ഗുഡ് ഈവനിങ്. ജീവിതം എന്നത് ഒരു സൈക്കിൾ സവാരി പോലെയാണ്. അതിൻ്റെ നിയന്ത്രണം നാം തന്നെ ഏറ്റെടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അത് ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവ് നമുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ, നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ആ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ലോയാണ് നോക്കുന്നത്. നമ്മൾ ഫാമിലി കോർട്ട് ആക്ട് ആൻഡ് റൂൾസ് നോക്കി. ഇനി അടുത്തത് ഹിന്ദു മാരേജ് ആക്ടിലേക്ക് നമുക്ക് കടക്കാം. ഹിന്ദു മാരേജ് ആക്ട്. ഹിന്ദു മാരേജ് ആക്ട്. അപ്പൊ അതില് ഹിന്ദു മാരേജ് ആക്ടിന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയത് 18th മെയ് 1955. 18th മെയ് 1955. 1955 മെയ് മാസം 18-നാണ് അതില് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. ഇറ്റ് എക്സ്റ്റെൻസ് ഓൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒട്ടാകെ ഇതില് പ്രാബല്യത്തിലുണ്ട്. ഓൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അപ്പൊ ഇത് ആദ്യം ഇത് ഇനിഷ്യലി 1955 വരുമ്പോ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. പിന്നീട് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നു. ഏത് വർഷം? 2019. 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ നടക്കുന്നത്. 2019. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നതോടുകൂടിയാണ് ഇത് ഇന്ത്യ ഒട്ടാകെ വന്നത്. അല്ല, അത് ഈ ആക്ട് വരുമ്പോ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്നായിരുന്നു. അപ്പോ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 9th ഓഗസ്റ്റ് 2019 ആണ്. 9th ഓഗസ്റ്റ് 2019 അപ്പൊ അത് ഡേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അത് പ്രാബല്യത്തിൽ വന്നത് 31st ഒക്ടോബർ 2019. 31st ഒക്ടോബർ 2019. ഇതെന്തിനെ കുറിച്ചാ പറയുന്നത്? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ടില് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 9th ഓഗസ്റ്റ് 2019. അതില് അത് പ്രാബല്യത്തിൽ വരുന്നത് 31st ഒക്ടോബർ 2019. അങ്ങനെ അത് പ്രാബല്യത്തിൽ വന്നതോടു കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ആക്ടുകൾ പലതും ഇന്ത്യ ഒട്ടാകെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ആക്ട്, ഹിന്ദു മാരേജ് ആക്ടില് 30 സെക്ഷനുകളാണുള്ളത്. 30 സെക്ഷൻസ്, 30 വകുപ്പുകളാണ് അതിലുള്ളത്. അതിൽ 6 ചാപ്റ്ററുകളാണുള്ളത്. 6 അധ്യായങ്ങളാണ് അതിലുള്ളത്. 6 ചാപ്റ്റേഴ്സ്. 30 സെക്ഷനുകളും 6 ചാപ്റ്ററുകളുമാണ് എന്തിലുള്ളത്? ഹിന്ദു മാരേജ് ആക്ടിലുള്ളത്. അപ്പൊ അതിന്റെ പ്രിയാമ്പിളിൽ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ആക്ട് ടു അമെൻഡ് ആൻഡ് കോഡിഫൈ ദ ലോ റിലേറ്റിംഗ് ടു മാരേജ് അമംഗ് ഹിന്ദുസ്. ഹിന്ദുസിനിടയിലുള്ള മാരേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുടെ ഭേദഗതിയും അതിന്റെ കോഡിഫിക്കേഷനും വേണ്ടിയിട്ടാണ് ഈ ആക്ട് വരുന്നത്. അപ്പോൾ ഈ ആക്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം പ്രിയാമ്പിൾ ആമുഖത്തിൽ വ്യക്തമാക്കുന്നു. എന്താ പറയുന്നേ? ഇറ്റ് ഈസ് ആൻ ആക്ട് ടു അമെൻഡ് ആൻഡ് കോഡിഫൈ ദ ലോ റിലേറ്റിംഗ് ടു മാരേജ് എമംഗ് ഹിന്ദുസ്. അപ്പൊ ഹിന്ദുസിന് ആയിട്ടുള്ള ആ മാരേജ്, അതിന്റെ ആ അതിനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുടെ കോഡിഫിക്കേഷൻ, അതേപോലെ അമെൻമെന്റ് ആണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഈ പ്രിയാമ്പിൾ, ഈ പറയുന്ന ഹിന്ദു മാരേജ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് സെക്ഷൻ 1 കടക്കാം. സെക്ഷൻ 1 പറയുന്നത്, ദിസ് ആക്ട് ഹാസ് ആൻ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ. ഈ ആക്ട് ഒരു എക്സ്ട്രാ ടെറിട്ടോറിയൽ
ആപ്ലിക്കേഷൻ ഉള്ള ഒരു ആക്ട് ആണ്. എന്താ ഈ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ? നമ്മുടെ ടെറിട്ടറിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ആണ് ഈ ആക്ടിനുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദിസ് ആക്ട് അപ്ലൈസ് ടു ഹിന്ദുസ് ഡൊമിസൈൽഡ് ഇൻ ഇന്ത്യ ഇവൻ ഇഫ് ദേ ആർ റിസൈഡ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയില് ഇവിടെ ഡൊമിസൈൽഡ് ആയിട്ടുള്ള ഹിന്ദുസിനോടൊപ്പം തന്നെ ഇവൻ ഇഫ് ദേ ആർ റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് ഈ പറയുന്ന രീതിയിൽ താമസമാക്കിയിട്ടുള്ള ഹിന്ദുസിന്, ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുസിന് എന്ത് ചെയ്യും? ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ടെറിട്ടറിയിൽ, ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ഇന്ത്യയിൽ ജനിച്ച പക്ഷെ വിദേശത്ത് പോയി റിസൈഡ് ചെയ്യുന്ന ഹിന്ദുസിനും ഹിന്ദു മാരേജ് ആക്ട് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇതെന്തായിട്ട് വന്നത്? എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ലോ ഇന്ത്യയിലുള്ളവർക്ക് ആപ്ലിക്കബിൾ ആകുമ്പോൾ അത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, ഇത് എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. എക്സ്ട്രാ എന്താ എക്സ്ട്രാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ആക്ട് അപ്ലൈസ് ടു ഹിന്ദുസ് ഡൊമിസൈൽ ഇൻ ഇന്ത്യ ഈവൻ ഇഫ് ദേ ആർ റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് റിസൈഡ് ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഹിന്ദുസിന് ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ സെക്ഷൻ 1 പറയുന്നത്. സെക്ഷൻ 1 അപ്പൊ ഇത് എങ്ങനെയുള്ള ആക്ട് ആണ് എന്ന് ചോദിക്കാം. എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇതിൽ പറയുന്നുണ്ട്, എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഈ ആക്ടിൽ പറയുന്നുണ്ട്, മറന്നു പോകരുത്. അപ്പൊ പറഞ്ഞ കാര്യം എന്താണ്? 6 അധ്യായങ്ങളില് 30 സെക്ഷനുകളാണ് കൃത്യമായിട്ട് ഇതിനുള്ളത്. അതേപോലെ തന്നെ ഈ ആക്ടിന് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ആക്ടാണ് ഈ ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യ ഒട്ടാകെ പ്രാബല്യത്തിലുണ്ട്. അതേപോലെ തന്നെ ഇതില് ആദ്യം തുടക്കം തന്നെ ഇത് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. പിന്നീട് സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 വന്നതോടുകൂടിയാണ് എല്ലായിടത്തും ഇത് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ്. ഇനി ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇതില് ഈ ആക്ട് പ്രകാരം ഹിന്ദുസ് മാരേജുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ കോഡിഫൈ ചെയ്യുക, അമെൻഡ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി ലക്ഷ്യമിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ആരാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്നത് സെക്ഷൻ 2 സെക്ഷൻ 2 വകുപ്പ് 2 ഹിന്ദു എന്ന് പറയുന്നത് ആരാണ് ഹിന്ദു എന്ന് പറയുന്നത് സെക്ഷൻ 2 പറയുന്നത്. അപ്പോ ദിസ് ആക്ട് അപ്ലൈസ് ടു എനി പേഴ്സൺ, അതിന്റെ ആപ്ലിക്കബിലിറ്റിയിൽ പറയുന്നു. അപ്പോ ആ ഹിന്ദുയെ നമുക്ക് 3 വിഭാഗങ്ങളാക്കി തിരിക്കാം. അപ്പൊ ആരാണ് ഹിന്ദു എന്ന് സെക്ഷൻ 2 പറയുന്നു. അപ്പൊ 3 കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ആക്ടിൽ പറയുന്നത്. ഒന്നാമത്തേത് ഹിന്ദു ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഹിന്ദു ആയവര്. ഹിന്ദു ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഹിന്ദു ആയ കൂട്ടര്. അതേപോലെ ഹിന്ദു ബൈ റിലീജിയൻ ആൻഡ് അതേഴ്സ്. ഇങ്ങനെ 3 കാറ്റഗറിയാണ് നമ്മൾ ആക്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഹിന്ദു ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോത്ത് പാരന്റ്സ് ആർ ഹിന്ദു. അവരുടെ രക്ഷിതാക്കൾ 2 പേരും ഹിന്ദു ആയിട്ടുള്ളവര് ഹിന്ദു ബൈ ബർത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ബോത്ത് പാരന്റ്സ് ആർ ഹിന്ദു. അവരുടെ 2 പാരന്റ്സും ഹിന്ദുസ് ആണ്. If only one parent is Hindu, he is brought up as Hindu. അതേപോലെ തന്നെ വേറൊരു കാറ്റഗറിയും വരും. ഇതിൽ ബോത്ത് പാരന്റ്സ് ആണ് പറഞ്ഞത്. If one parent is Hindu, അതിൽ ഒരാൾ മാത്രമാണ് ഹിന്ദു ഉള്ളതെന്ന് വിചാരിക്കുക. 2 പേര് രക്ഷിതാക്കളിൽ ഒരാൾ മാത്രം ഹിന്ദു ആണ്. ബട്ട് ഹി ഈസ് ബ്രോട്ട് അപ്പ് ആസ് ഹിന്ദു. എന്നിട്ട് ആ കുട്ടിയെ വളർത്തുന്നത് ഹിന്ദു ആയിട്ടാണ്. ബ്രോട്ട് അപ്പ് ആസ് ഹിന്ദു. അങ്ങനെയുള്ളവരും ഏത് കാറ്റഗറിയിൽ വരും? ഹിന്ദു ബൈ ബർത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇനി ആ കുട്ടി ചൈൽഡ് ഈസ് ഓൾസോ ഹിന്ദു ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന
ആ കുട്ടി, അപ്പൊ ബോത്ത് പാരന്റ്സ് ഹിന്ദു ആണ്, അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന കുട്ടി അത് ലെജിറ്റിമേറ്റ് ആയിക്കൊള്ളട്ടെ ഓർ ഇല്ലെജിറ്റിമേറ്റ് ആയിക്കൊള്ളട്ടെ, അത് റെലവന്റ് ആണ്. അതായത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിവാഹത്തിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുണ്ടാകാം. പക്ഷെ എങ്ങനെയായാലും ആ കുട്ടിയുടെ പാരന്റ്സ് ഹിന്ദു ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പാരന്റ് ഹിന്ദു ആണ്, ആ കുട്ടി വളരുന്നത് ഹിന്ദു സിസ്റ്റം അനുസരിച്ചാണ് എങ്കിൽ ആ കുട്ടി ഏത് കാറ്റഗറിയിൽ വരും? ഹിന്ദു ബൈ ബർത്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മാരേജ് ആക്ടിൽ സെക്ഷൻ 2 ആരൊക്കെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് പറയുന്നു ഹിന്ദു ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഹിന്ദു ആയവര്. അങ്ങനെയുള്ളവർ ആരാണ്? അവരുടെ അച്ഛനമ്മമാര് രണ്ടുപേരും ഹിന്ദു ആണ്. അപ്പൊ കുട്ടി വളരുന്നത് എങ്ങനെയായിരിക്കും? ഹിന്ദു ആയിട്ടായിരിക്കും. അപ്പൊ അതാണ് ഹിന്ദു. ഇനി അതല്ല, അവരിൽ ഒരാൾ ഹിന്ദു ആണ്, എന്നിട്ട് കുട്ടിയെ വളർത്തുന്നത് ഹിന്ദു ആയിട്ടാണെങ്കിലും ആ കുട്ടി ഏത് കാറ്റഗറിയിൽ വരും? ഹിന്ദു ബൈ ബർത്ത്. അതാണ് ഒന്നാമത്തെ കാറ്റഗറി ശേഷം പറയുന്നത്. ഇനി ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറഞ്ഞാൽ അതില് ഹിന്ദു ഒറിജിനലി ഹിന്ദു ആയിട്ടുള്ളവര്, ഹിന്ദു മതം ഉള്ളവര്, ഒറിജിനലി ഹിന്ദു മതമാണ്, അല്ലെങ്കിൽ ജെയിൻ, ബുദ്ധിസ്റ്റ് ഓർ സിഖ് ആ വിഭാഗത്തിൽ വരുന്നവരാകാം. ഹിന്ദു മതത്തിലുള്ളവരോ ജെയിൻ, സിഖ്, ബുദ്ധിസ്റ്റ് വിഭാഗത്തിലുള്ളവര് ഹിന്ദു ബൈ റിലീജിയൻ ആണ്. അല്ലെങ്കിൽ കൺവേർട്സ് ഓർ റീകൺവേർട്സ് ടു ഹിന്ദു, അതായത് കൺവേർട്സ് ആൻഡ് റീകൺവേർട്സ്, കൺവേർട്സ് ഓർ റീകൺവേർട്സ്, അതായത് വേറെ ഏതെങ്കിലും മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു പോയിട്ട് പിന്നെ വീണ്ടും റീകൺവേർട്ട് ചെയ്ത്, ഹിന്ദു ആയിരുന്നു അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് മുസ്ലിമായി, പിന്നെ റീകൺവേർട്ട് ചെയ്ത് വീണ്ടും ഹിന്ദു ആയിട്ട് വന്നാൽ അവരും എന്താണ്? അവര് ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്, രണ്ടാമത്തെ കാറ്റഗറിയിലാണ്. അതേപോലെ ഹിന്ദു ഇൻ എനി ഫോംസ് ആൻഡ് ഡെവലപ്മെന്റ് സച്ച് ആസ് ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, ലിംഗായത്ത്. അപ്പൊ ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, ലിംഗായത്ത് വിഭാഗങ്ങൾ അതെല്ലാം എന്ത് കാറ്റഗറിയിലാ വരുന്നത്? ഹിന്ദു ബൈ റിലീജിയൻ. അപ്പൊ ബ്രഹ്മ സമാജ്, ആര്യ സമാജ്, ലിംഗായത്ത്, അപ്പൊ ഈ വിഭാഗങ്ങളെല്ലാം എന്താണ്? ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി അതേഴ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞത് എന്താണ്? പേഴ്സൺ ഈസ് നോട്ട് എ മുസ്ലിം, നോട്ട് എ പാഴ്സി, ജൂ, ക്രിസ്ത്യൻ, ഇവരല്ലാത്ത വിഭാഗങ്ങൾ. അതായത് മുസ്ലിം അല്ല, പാഴ്സി വിഭാഗമല്ല, ക്രിസ്ത്യൻ അല്ല, ജ്യൂസ് അല്ല, അങ്ങനെയുള്ള വിഭാഗത്തിൽ വരാത്തവര് ആരായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഹിന്ദു ആയിട്ട്. അപ്പൊ അതർ ദാൻ മുസ്ലിം, ക്രിസ്ത്യൻ, ജ്യൂസ് ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ പെടാത്തവര്, ഇങ്ങനെയുള്ള കാസ്റ്റിൽ വരാത്തവരും എന്തായിട്ടാ വരുന്നത്? ഹിന്ദു ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഈ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ആ സെക്ഷൻ ഒന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അപ്പോ സെക്ഷൻ 2 ആപ്ലിക്കേഷൻ ഓഫ് ആക്ട് പറയുന്നു. അപ്പൊ അതിൽ പറയുന്നു ദിസ് ആക്ട് അപ്ലൈസ് ടു എനി പേഴ്സൺ ഹു ഈസ് എ ഹിന്ദു ബൈ റിലീജിയൻ in any of its forms or developments, including Veerashaiva, Lingayat, or a follower of Brahma, Prarthana, or Arya Samaj. അതാണ് ഞാൻ പറഞ്ഞത്. ആ രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞു. അപ്പൊ റിലീജിയസ്, അതായത് ദിസ് ആക്ട് അപ്ലൈസ് ടു, ഈ ഹിന്ദു മാരേജ് ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി ഇത് ആർക്കാ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ടു എനി പേഴ്സൺ ഹൂ ഈസ് എ ഹിന്ദു ബൈ റിലീജിയൻ, ഹിന്ദു റിലീജിയനിലായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്. ആ ഹിന്ദു റിലീജിയന്റെ ആ ഫോംസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ആണ് ആ പറഞ്ഞത്. വീരശൈവ വിഭാഗത്തിൽ വരുന്നവര്, ലിംഗായത്ത് വിഭാഗങ്ങളിൽ വരുന്നവര്, അതേപോലെ ബ്രഹ്മ സമാജത്തിന്റെ ഫോളോവേഴ്സ്, പ്രാർത്ഥനാ സമാജത്തിന്റെ ഫോളോവേഴ്സ്, ആര്യ സമാജത്തിന്റെ ഫോളോവേഴ്സ്. അപ്പൊ ആര്യ സമാജം പറയുന്നുണ്ട്, പ്രാർത്ഥനാ സമാജം പറയുന്നുണ്ട്, ബ്രഹ്മ സമാജത്തിന്റെ ഫോളോവേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് ഏത്? ക്വസ്റ്റ്യൻ.
അപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതുക? അതിലാരൊക്കെ വരുന്നുണ്ട്? ബ്രഹ്മസമാജക്കാർ വരുന്നുണ്ട്, പ്രാർത്ഥനാ സമാജക്കാർ വരുന്നുണ്ട്, ആര്യ സമാജക്കാർ വരുന്നുണ്ട്, പിന്നെ ലിംഗായത്ത് വിഭാഗങ്ങൾ വരുന്നുണ്ട്, വീരശൈവ വിഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രത്യേക ഫോമുകളിൽ ഉള്ളവരെല്ലാവരും എന്താണ്? ഹിന്ദു ബൈ റിലീജിയൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ടു എനി പേഴ്സൺ ഹു ഈസ് ബുദ്ധിസ്റ്റ്, ജെയിൻ ഓർ സിഖ് ബൈ റിലീജിയൻ, അതേപോലെ ബുദ്ധമതക്കാര്, സിഖ് മതക്കാര്, ജൈനമതക്കാര്, അങ്ങനെയുള്ള ആ മതവിഭാഗങ്ങളും എന്താണ്? ഈ പറയുന്ന ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്ട് അവർക്കും ആപ്ലിക്കബിൾ ആണ്. ആർക്ക്? ജൈനമതക്കാർക്കും ബുദ്ധമതക്കാർക്കും സിഖ് മതക്കാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ. ഇനി മൂന്നാമത് പറയുന്നു, ടു എനി അതർ പേഴ്സൺ ഡൊമിസൈൽഡ് ഇൻ ടെറിട്ടറീസ് ടു വിച്ച് ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ഹു ഈസ് നോട്ട് എ മുസ്ലിം, നോട്ട് എ ക്രിസ്ത്യൻ, പാർസി ഓർ ജൂ ബൈ റിലീജിയൻ, അൺലെസ് it is proved that any such person would not have been governed by Hindu law or by any custom or usage as part of the law, that law in respect of any of the matters dealt with herein if the act had not been passed. ഒന്നുമില്ല, വരച്ചു കെട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. To any other person domiciled in territories to which this act extends who is not a Muslim. അതാണ് പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി അതേഴ്സ് എന്ന് പറഞ്ഞത്. മുസ്ലിം അല്ല, പാർസി അല്ല, അതേപോലെ തന്നെ ക്രിസ്ത്യൻ അല്ല, ജൂ വിഭാഗമല്ല, അങ്ങനെയുള്ളവരെയും എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഈ ആക്ട് ആപ്ലിക്കബിൾ ആക്കിയിട്ട് അവർ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. അല്ലാത്ത പക്ഷം unless it is proved that any such person would not have been governed by Hindu law, ഹിന്ദു ലോ ഗവേൺ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാത്ത പക്ഷം അങ്ങനെ ഉള്ളവരെയും ഹിന്ദു ആയിട്ടാണ് പരിഗണിക്കുന്നത്. എങ്ങനെയുള്ളവരെയും? മുസ്ലിം അല്ലാത്ത, ക്രിസ്ത്യൻ അല്ലാത്ത, ജ്യൂസ് അല്ലാത്ത വിഭാഗത്തിൽ പെടുന്നവര് പ്രൂവ് ചെയ്യുവാണ് ഞങ്ങൾ ഹിന്ദു വിശ്വാസം അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഹിന്ദു വിഭാഗത്തിൽ പെടുത്താതിരിക്കാൻ പറ്റും. അല്ലാതെ ഈ വിഭാഗത്തിൽ പെടുന്നവരല്ലാത്ത എല്ലാവരും എന്താണ്? ഹിന്ദു വിഭാഗത്തിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ കാറ്റഗറൈസേഷൻ മനസ്സിലായില്ലേ? അപ്പൊ സെക്ഷൻ 2-ലാണ് ഈ ആക്ടിന്റെ ആപ്ലിക്കബിലിറ്റി പറയുന്നത്. ഈ ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഹിന്ദുസിനാണ്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന്റെ ആപ്ലിക്കബിലിറ്റിയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 കാറ്റഗറിയിലുള്ള വിഭാഗങ്ങളാണ് ഹിന്ദു എന്ന് പറയുന്ന നാമകരണത്തിൽ വരുന്നത്. ഒന്ന്, ഹിന്ദു ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഹിന്ദുവായവര്. രണ്ടാമത് പറയുന്നത് റിലീജിയനോടുകൂടി ഹിന്ദു ആയവര്. മൂന്നാമത് പറയുന്നത് അതേഴ്സ്. അപ്പൊ ജന്മം കൊണ്ട് ഹിന്ദു ആയവരെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അവരുടെ പാരന്റ്സ് ഹിന്ദുസ് ആണ്, അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എന്താണ്? ഹിന്ദു മതത്തിലാണ് വിശ്വസിക്കുന്നത്, അതനുസരിച്ചുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് പോകുന്നു. അപ്പൊ ആ കുട്ടികൾക്കും ഈ ഹിന്ദു മാരേജ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇനി അവരിൽ ഒരാൾ മാത്രമാണ് ഹിന്ദു എന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടി വളരുന്നത് പക്ഷെ ഹിന്ദു ആയിട്ടാണ് എങ്കിൽ അതെന്താണ്? ഇത് ഹിന്ദു മാരേജ് ആക്ടിന്റെ പരിധിയിൽ ആ കുട്ടി വരുന്നതാണ് എന്ന് പറയുന്നു. ഇനി ഹിന്ദു ബൈ റിലീജിയൻ എന്ന് പറയുമ്പോൾ അതില് പറയുന്ന പല ഡെവലപ്മെന്റൽ ഫോമുകളുണ്ട്. അതായത് പറഞ്ഞത് ആര്യ സമാജ്, ബ്രഹ്മ സമാജ്, പ്രാർത്ഥനാ സമാജ്, ഇങ്ങനെയുള്ള സമാജങ്ങളിന്റെ ഫോളോവേഴ്സ്, അതേപോലെ തന്നെ വീരശൈവ, ലിംഗായത്ത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ. അപ്പൊ ആ പേരുകൾ കൃത്യമായിട്ട്, കാരണം ആപ്ലിക്കബിലിറ്റിയിൽ പറയുന്നത് ഏത് പറയാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ ബ്രഹ്മസമാജം പറയുന്നുണ്ട്, പ്രാർത്ഥനാ സമാജം പറയുന്നുണ്ട്, ആര്യ സമാജം പറയുന്നുണ്ട്, വീരശൈവ വിഭാഗങ്ങൾ പറയുന്നുണ്ട്, ലിംഗായത്ത് വിഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇവരെല്ലാം എന്താണ്? ഹിന്ദുവാണ്. മൂന്നാമത് പറയുന്നത് മുസ്ലിം അല്ലാത്ത, ക്രിസ്ത്യൻ അല്ലാത്ത, പാർസി അല്ലാത്ത, ജൂ അല്ലാത്ത, റിലീജിയൻ പ്രകാരം അല്ലാത്തവര് എന്താണ്? ഹിന്ദു വിഭാഗത്തിലാണ്. അല്ലാത്ത പക്ഷം അവർ പറയണം ഞാനത് ആ ഹിന്ദു വിശ്വാസം ആ കസ്റ്റം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നവർ തെളിയിച്ചാൽ അവർ ഹിന്ദു വിഭാഗത്തിൽ വരത്തില്ല എന്ന് പറയുന്നു. അപ്പോ
any child, legitimate or illegitimate, both of whose parents are Hindus, Buddhists, Jains, Sikhs by religion. അപ്പൊ എക്സ്പ്ലനേഷനിലാണ് കൃത്യമായിട്ട് ആ ബൈ ബർത്തിന്റെ കാര്യം പറയുന്നത്. അതായത് എനി ചൈൽഡ്, ഏതൊരു കുട്ടിയും ലെജിറ്റിമേറ്റ് ആകട്ടെ അല്ലെങ്കിൽ ഇല്ലെജിറ്റിമേറ്റ് ആകട്ടെ, ബോത്ത് ഹൂസ് പാരന്റ്സ് ആർ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ ഓർ സിഖ് ബൈ റിലീജിയൻ, അങ്ങനെ ആകുമ്പോൾ അവരെന്താണ്? ഹിന്ദു വിഭാഗത്തിൽ വരുന്നതാണ്. എനി ചൈൽഡ്, legitimate or illegitimate, one of whose parent is Hindu, Buddhist, Jains or Sikhs by religion, and who is brought up as a member of that community, group or family which such a parent belongs or belonged. ഇതിൽ ഒരാള് ആണ് എങ്കിൽ ആ ഒരാള് ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് ആ പറയുന്ന ഈ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ജൈൻ ആ വിഭാഗത്തിൽപ്പെടുന്ന വിഭാഗത്തിലായിട്ടാണ്, അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ആ കുട്ടി ഹിന്ദു ബൈ ബർത്ത് എന്ന് പറയുന്ന രീതിയിൽ എന്താണ് ആ കുട്ടിയും ഈ ഇതിന്റെ പരിധിയിൽ വരും എന്നാണ് പറയുന്നത്. ഒരു നിമിഷം ബാങ്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ആക്ടിന്റെ ആപ്ലിക്കേഷനാണ്, ആപ്ലിക്കബിലിറ്റി ആണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 കാറ്റഗറിയിലുള്ളവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, അതായത് ഹിന്ദുസിന്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന യഥാർത്ഥ നിർവചനം ഈ സെക്ഷൻ 2 പറയുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് എ ബി സി എന്ന് പറയുന്നതിലാണ് ഈ പറയുന്ന കാറ്റഗറൈസേഷൻ പറയുന്നത്. 2 ക്ലോസ് 1 ക്ലോസ് എ ബി സി, ഇങ്ങനെ 3 എയിലും ബിയിലും സിയിലും ആയിട്ടാണ് ഈ പറയുന്ന 3 കാറ്റഗറിയും കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന വീരശൈവ, ലിംഗായത്ത്, അതേപോലെ ആ വിഭാഗത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സമാജ്, ആര്യ സമാജ്, ബ്രഹ്മ സമാജിന്റെ ഫോളോവേഴ്സോ ആയിരിക്കുക. രണ്ടാമത് പറയുന്നത് ബുദ്ധമതക്കാര്, ജൈന മതക്കാര്, സിഖ് മതക്കാര്, അങ്ങനെയുള്ളവർ വരും. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്തവര്, ക്രിസ്ത്യൻ അല്ലാത്തവർ, അങ്ങനെ വരാം. പിന്നെ എടുത്തു പറയുന്നു ബൈ ബർത്ത്, അതായത് ബോത്ത് പാരന്റ്സ് ഹിന്ദു ആണ്, അതായത് പറയുന്ന ജൈന മതക്കാരോ ബുദ്ധമതക്കാരോ സിഖ് മതക്കാരായിട്ടുള്ള പാരന്റ്സിന്റെ കുട്ടികള് ലെജിറ്റിമേറ്റ് ആകട്ടെ ഇല്ലെജിറ്റിമേറ്റ് ആകട്ടെ അവരെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഹിന്ദു ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ അവരിൽ ആരെങ്കിലും ഒരാള് ഹസ്ബൻഡോ വൈഫോ ആരാവുകയാണ്? ഹിന്ദു ആണ്. എന്നിട്ട് കുട്ടിയെ വളർത്തുന്ന ബ്രോട്ടപ്പ് ആ റിലീജിയൻ അനുസരിച്ചിട്ടാണ് എങ്കിൽ ആ കുട്ടിയും എന്തായിട്ടാ വരുന്നേ? ഹിന്ദു. ആ കുട്ടിക്കും ഈ ഹിന്ദു മാരേജ് ആക്ട് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നോൺ ആപ്ലിക്കബിലിറ്റി, ഇതെവിടെയാണ് ആപ്ലിക്കേഷൻ ഇത് ആപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് സെക്ഷൻ 2 ക്ലോസ് 2 പറയുന്നുണ്ട്. സെക്ഷൻ 2 ക്ലോസ് 2 അപ്പൊ 2 ക്ലോസ് 1 അതിന്റെ ആപ്ലിക്കബിലിറ്റിയെ കുറിച്ചാണ്, ആർക്കെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. 2 ക്ലോസ് 2 പറയുന്നത് നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് ദ ആക്ട്. ഈ ആക്ടിന്റെ നോൺ ആപ്ലിക്കബിലിറ്റി പറയുന്നു 2 ക്ലോസ് 2 എന്താ പറയുന്നേ? ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദി മെമ്പേഴ്സ് ഓഫ് ST within the meaning of Article 366 clause 25 unless the central government by notification the official gazette declares. എന്താ പറയുന്നത്? ഈ ആക്ട് നോട്ട് ആപ്ലിക്കബിൾ, ഹിന്ദു മാരേജ് ആക്ട് ആപ്ലിക്കബിൾ അല്ല. ആർക്ക് ആപ്ലിക്കബിൾ? ടു മെമ്പേഴ്സ് ഓഫ് ST ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പൊ ST വിഭാഗത്തിന് ഇത് ആപ്ലിക്കബിൾ അല്ല. നോൺ ആപ്ലിക്കബിലിറ്റി ആർക്കാണ്? ST വിഭാഗങ്ങൾക്ക് വിത്തിൻ ദ മീനിങ് ഓഫ് ആർട്ടിക്കിൾ 366 ക്ലോസ് 25. ആർട്ടിക്കിൾ 366 ക്ലോസ് 25 പ്രകാരം പരാമർശിക്കുന്ന ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ല. അപ്പോ ഹിന്ദു മാരേജ് ആക്ട് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ആരാണ്? ST വിഭാഗങ്ങൾക്ക്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഇനി അല്ലാത്ത പക്ഷം unless the central government by notification in official gazette declares, അതല്ലാത്ത പക്ഷം സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റ് വിജ്ഞാപനം നടത്തണം, അങ്ങനെ ഉള്ളവർക്ക് ആപ്ലിക്കബിൾ ആണെന്ന് പറയാത്ത പക്ഷം അത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത വിഭാഗം ഓർത്തു വെക്കുക. ST ഷെഡ്യൂൾഡ് ട്രൈബ്,
അണ്ടർ ആർട്ടിക്കിൾ 366 ക്ലോസ് 25 പരിധിയിൽ വരുന്ന ഈ ST വിഭാഗങ്ങൾക്ക് എന്ത് ആപ്ലിക്കബിൾ അല്ല? ഈ ഹിന്ദു മാരേജ് ആക്ട് ആപ്ലിക്കബിൾ അല്ല എന്നാണ് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത്. അപ്പൊ ആപ്ലിക്കബിലിറ്റി പഠിച്ചു, നോൺ ആപ്ലിക്കബിലിറ്റി പഠിച്ചു. നമുക്ക് പഞ്ചവത്സര പദ്ധതി പോലെ കുറേ ദിവസങ്ങളൊന്നുമില്ല, അന്നന്ന് തന്നെ പഠിച്ച് അങ്ങ് മുന്നോട്ട് പോകണം. അപ്പോൾ ക്ലാസ്സിലൂടെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ഹിന്ദു മാരേജ് ആക്ട് ആണ്, 1955 ആണ് വന്ന വർഷം. അതിൽ ആപ്ലിക്കബിലിറ്റി പറയുന്നത് സെക്ഷൻ 2 നോൺ ആപ്ലിക്കബിലിറ്റി 2 ക്ലോസ് 2 പറയുന്നു. ST വിഭാഗം 366 ക്ലോസ് 25 അനുച്ഛേദം ആർട്ടിക്കിളിൽ പറയുന്ന ST വിഭാഗങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അല്ലാത്ത പക്ഷം സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലൂടെ പറയണം അവർക്ക് ആപ്ലിക്കബിൾ ആണെന്ന് പറയുമ്പോൾ അതിൽ ആപ്ലിക്കബിൾ ആകും, അല്ലാത്ത പക്ഷം അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദു ആരാന്ന് മനസ്സിലാക്കി. ഇനി വിവാഹം കഴിക്കാം, കല്യാണം കഴിക്കാം, അപ്പൊ മാരേജ് നടക്കണമല്ലോ. അപ്പൊ നേച്ചർ ഓഫ് ദ ഹിന്ദു മാരേജ് എങ്ങനെയായിരുന്നു? ഹിന്ദു മാരേജിന്റെ ഒരു നേച്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം ഹിന്ദു മാരേജിലേക്ക് ഹിന്ദു ആരാന്ന് മനസ്സിലാക്കി. ഇനി വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഹിന്ദു മാരേജ്, അപ്പൊ ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം മാരേജ് കൺസിഡേർഡ് ആസ് സാക്രമെന്റൽ, അതായത് ഏൻഷ്യന്റ് ഇതിലൊക്കെ പറയുവാണെങ്കിൽ അതൊരു സാക്രമെന്റൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ടാണ് അത് കണക്കിലാക്കുന്നത്. സാക്രമെന്റൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഏൻഷ്യന്റ് ലോസിലൂടെ ഹിന്ദു ലോകളില് മാരേജിനെ കുറിച്ചുള്ള പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ്, മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ സാക്രമെന്റൽ. അതെന്താ? 3 കാരണങ്ങളുണ്ട് അങ്ങനെ പറയാനായിട്ട്, 3 റീസൺസ്. അതായത് മാരേജ് ഈസ് കൺസിഡേർഡ് പെർമനന്റ് എന്നുള്ളൊരു രീതിയായിരുന്നു. നോ കോൺസെപ്റ്റ് ഓഫ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അന്നത്തെ കാലങ്ങളിൽ ഇല്ല. ആ മാരേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പെർമനന്റ് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു. അപ്പൊ ഇത് ഏർലിയസ്റ്റ് ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം അത് സാക്രമെന്റൽ എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. മുൻകാലങ്ങളില് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സാക്രമെന്റൽ ബിക്കോസ് ദ മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ പെർമനന്റ് ബോണ്ട്. മാരേജ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ബോണ്ടായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇത് പെർമനന്റ് ബോണ്ടാണ് എന്നുള്ള രീതിയായിരുന്നു. കാരണം ഡിവോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, നോ കോൺസെപ്റ്റ് ഓൺ ഡിവോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്താഗതി ഒന്നും ഇല്ല. ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥയല്ല, അങ്ങനെയുള്ള ചിന്താഗതി തന്നെ ഇല്ല. ഇന്ന് 1 പറഞ്ഞ് 2 പെറ്റീഷൻ കൊടുക്കുവാണ്, ആ ഒരു രീതിയാണ്. അങ്ങനെ ഇല്ല കണ്ട. അതേപോലെ ഇറ്റേണൽ, ദാറ്റ് ഈസ് മാരേജ് ഇസ് വാലിഡ് ഫോർ എവർ എന്നുള്ള രീതിയിലായിരുന്നു. മാരേജ് ഇസ് ഇറ്റേണൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. വാലിഡ് ഫോർ എവർ, എല്ലാ കാലത്തേക്കും വാലിഡ് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം. അതേപോലെ ഹോളി യൂണിയൻ, ദ മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോളി യൂണിയൻ, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹോളി യൂണിയൻ. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു യൂണിയൻ ആണ് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം. അതുകൊണ്ട് തന്നെ മാരേജ് എന്ന് പറയുന്ന ആശയം ഒരു സാക്രമെന്റൽ എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏൻഷ്യന്റ് ഹിന്ദു ലോ പ്രകാരം മാരേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? എന്താണ്? സാക്രമെന്റൽ ആയിരുന്നു. അതായത് അതിന് തെളിവായിട്ട് പറയുന്നത് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ബോണ്ടിങ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ മാരേജ് എന്ന് പറയുമ്പോൾ ഇറ്റേണൽ ആണ്, ദാറ്റ് ഈസ് വാലിഡ് ഫോർ എവർ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുപോലെ തന്നെ ഇതൊരു ഹോളി യൂണിയൻ ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഹോളി യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് കുറെ സെറിമണീസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു മാരേജിനോടുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഫയർ, അതേപോലെ സപ്തതി, അങ്ങനെയൊക്കെയുള്ള സപ്തപതി എന്ന് പറയുന്ന സംഭവങ്ങൾ മനസ്സിലായ ഹോളി ഫയറിന്റെ മുമ്പിൽ കൂടി ഈ പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതാകുമ്പോൾ ഒരു ഹോളി യൂണിയൻ എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനി ഹിന്ദു മാരേജ് ആക്ട് വന്നതോടുകൂടി മാരേജ് ഈസ് കൺസിഡേർഡ് ആസ് എ കോൺട്രാക്ച്വൽ. മാരേജ് എങ്ങനെയായി?
കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയിലായി. അപ്പോ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയായി? സാക്രമെന്റിൽ നിന്ന് കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയിലേക്കായി. ഒരു കോൺട്രാക്റ്റ് ആണ്. അപ്പോ അവിടെ എന്താണ്? കൺസെന്റ് വേണം, അവിടെ ഡിവോഴ്സിന്റെ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ആ മാരേജ് എന്ന് പറയുന്നത് എന്തായി? കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ ഏൻഷ്യന്റ് കാലഘട്ടത്തില് മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു സാക്രമെന്റൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അവിടെ ഒരു ഹോളി യൂണിയൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. മാരേജ് പെർമനന്റ് ആണ്, ലോകാവസാനം വരെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങ് തുടർന്നു പോകും. അങ്ങനെയൊക്കെയുള്ള രീതിയായിരുന്നു. ഹിന്ദു മാരേജ് ആക്ട് വന്നപ്പോൾ മനസ്സിലായി ഇത് ലോകാവസാനം വരെയും പോകത്തില്ല, ആരുടെയെങ്കിലും അവസാനം വരെ പോകത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയായി. അതായത് നമുക്ക് കൺസെന്റ് വേണം, അതേപോലെ ഡിവോഴ്സ് വാലിഡ് ആയിട്ടുള്ള മാരേജ് ആയിരിക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള സാധനമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് എന്ന് പറഞ്ഞാൽ സാക്രമെന്റൽ ആണോ എന്ന് ചോദിച്ചാൽ അതുണ്ട്, കോൺട്രാക്ച്വൽ ആണോ എന്ന് ചോദിച്ചാൽ കോൺട്രാക്ച്വൽ പ്രൊവിഷൻസും ഉണ്ട്. ഇല്ലേ? പറയുന്ന പോലെ ഡിവോഴ്സ് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏർപ്പാടാണ്. അതേപോലെ തന്നെ കൺസെന്റ് വേണം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. അതേപോലെ കുറെ ചടങ്ങുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ സാക്രമെന്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാക്രമെന്റൽ പ്ലസ് കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. ഹിന്ദു മാരേജ് ആക്ട് വന്നപ്പോ അത് കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന പദങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അന്ന് വരെ ഇല്ലാത്തൊരു കാര്യം 1955 ആ മാരേജ് ആക്ട് മുന്നോട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ പെർമനന്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഇളക്കം തട്ടി. അപ്പോൾ മനസ്സിലായി ഇത് പെർമനന്റ് ആയിട്ട് പോകുന്ന സംഭവം അല്ല എന്ന് മനസ്സിലാകുകയുണ്ടായത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് ആണ് ഹിന്ദു മാരേജ് ആക്ട് വന്നപ്പോൾ സംഭവിച്ചത്. മാരേജ് കോൺട്രാക്ച്വൽ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ച്വലും ആദ്യത്തെ സാക്രമെന്റലും ഒക്കെ ചേർന്നിട്ട് ഒരു അവിയലു പരുവത്തിലുള്ള സംഭവമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് മാരേജ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആ ഹിന്ദു മാരേജിന്റെ കണ്ടീഷൻ, വിവാഹം കഴിക്കാം നമുക്ക്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്നുള്ളതിലേക്ക് നമുക്ക് പോകാം. കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് മാരേജ്, അതാണ് സെക്ഷൻ 5 കണ്ടീഷൻസ് പറയുന്നത്. സെക്ഷൻ 5 കണ്ടീഷൻസ് ഫോർ ഹിന്ദു മാരേജ്. ഹിന്ദു മാരേജിന്റെ കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻസ് പാലിക്കപ്പെടണം എന്നുള്ളത് പറയുന്നത് സെക്ഷൻ 5 അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. സെക്ഷൻ 5 ക്ലൂസ് 1 പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് മോണോഗമി. എന്താ പറയുന്നേ? 5 ക്ലൂസ് 1 പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് മോണോഗമി. മോണോഗമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സെക്ഷൻ 5 ക്ലൂസ് 1 പറയുന്നത്. എന്താ മോണോഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? neither party should have spouse living at the time of marriage. മാരേജ് നടക്കുന്ന സമയത്ത് അവർക്ക് neither party should have a spouse, അവർക്കൊരു പങ്കാളി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് മോണോഗാമസ് മാരേജ് ആണ്. ഒരേ ഒരു ആളെ മാത്രമാണ്, വേറൊരാള് പങ്കാളിയായിട്ടുള്ളപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ക്ലോസ് പറയുന്നത്. ഇപ്പൊ ഒന്നാമത്തെ വാലിഡ് കണ്ടീഷൻ പറയുന്നത് എ മാരേജ് ബിറ്റ്വീൻ ടു ഹിന്ദുസ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. ഏതൊക്കെയാ കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ 5 ക്ലൂസ് 1 പറയുന്നു neither party has a spouse living at the time of a marriage. ആ മാരേജ് നടക്കുന്ന സമയത്ത് അവർക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകാൻ പാടില്ല, ഒരു ലിവിങ് സ്പൗസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നു. അങ്ങനെ ഒരു പങ്കാളി ഉണ്ടായാൽ എന്താണ്? അവിടെ ബഹുഭാര്യത്വം വരും. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉള്ളപ്പോൾ വിവാഹം കഴിച്ചാൽ എന്താ വരിക? അവിടെ ബഹുഭാര്യത്വം, ബൈഗമിയിലേക്ക് കടക്കും. അപ്പൊ ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താണ്? മോണോഗാമിയാണ്. കോൺസെപ്റ്റ് ഓഫ് മോണോഗാമി മനസ്സിലായി. neither party has a spouse living at the time of marriage പഠിച്ചു. ഇനി
അതിന് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? ഒരാള് വേറൊരു പങ്കാളി ഉള്ളപ്പോ ജീവിച്ചിരിക്കുമ്പോ വേറൊരു വിവാഹം നടത്തി. അപ്പൊ അതും നമ്മൾ പഠിക്കണം. എഫക്ട് ഓഫ് ദി കോൺട്രാവെൻഷൻ ഓഫ് ദി സെക്ഷൻ 5(1). ഈ 5(1) ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഇത് ഈ സെക്ഷൻ കോൺട്രാവിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? സച്ച് മാരേജ് ഈസ് നൾ ആൻഡ് വോയിഡ്. എങ്ങനെയാണ് ആ മാരേജ് നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. നൾ ആൻഡ് വോയിഡ് 3 തരത്തിലുള്ളതുണ്ട്. വാലിഡ് ഉണ്ട്, വോയിഡ് ഉണ്ട്, വോയിഡബിൾ ഉണ്ട്. അപ്പൊ അതില് ഏത് കാറ്റഗറിയിലാ വരുന്നേ? വോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഒരു പങ്കാളി ജീവിച്ചിരിക്കുന്ന സമയത്ത് വേറൊരു പങ്കാളിയെ വിവാഹം കഴിച്ചാൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആ രണ്ടാമത് നടത്തുന്ന മാരേജ് എന്താണ്? നൾ ആൻഡ് വോയിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അണ്ടർ സെക്ഷൻ 11 ഓഫ് ദ ഹിന്ദു മാരേജ്. അതെവിടെയാ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നേ? 11ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. സെക്ഷൻ 11 under section 11 of the Hindu Marriage Act 1955. 1955 ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം ഇത്തരത്തിലുള്ള മാരേജ് നൾ ആൻഡ് വോയിഡ് ആണ്. ആൻഡ് he is also liable for bigamy under section 17 of the Hindu Marriage Act. അവര് അതുപോലെ തന്നെ ലയബിൾ ആണ് under section 17 of the Hindu Marriage Act, liable for bigamy. ബഹുഭാര്യത്വത്തിന് അദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാം under section 17 of the Hindu Marriage Act. And section 494 and 495 IPC. ഇപ്പോ അത് section 82 clause 1 and clause 2 IPC പ്രകാരം കുറ്റകൃത്യമാണ്. അപ്പോ സെക്ഷൻ 82 clause 1 and 82 clause 2 of the BNS. മറ്റേത് സെക്ഷൻ 494 and 495 IPC. ഇന്ത്യൻ ശിക്ഷാ നിയമം 494 495 വകുപ്പ് പ്രകാരം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് neither party has a spouse living at the time of the marriage. മാരേജ് നടക്കുന്ന സമയത്ത് അവർക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകാൻ പാടില്ല, ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതിന് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ സംഭവം നമ്മൾ പഠിക്കണം. എന്താണ് അത്തരത്തിലുള്ള മാരേജ്? എന്തായിരിക്കും നമ്മളോട് ചോദ്യം? എന്താണ്? നൾ ആൻഡ് വോയിഡ്. നൾ ആൻഡ് വോയിഡ് ആണ്. മനസ്സിലായത്? ഒരു അസാധുവായിട്ടുള്ളതാണ്. അത് തുടക്കം മുതലേ തന്നെ അസാധുവാണ്. അപ്പൊ വോയിഡ് 3 തരത്തിലുള്ള ഓപ്ഷനാണ്. വാലിഡ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണ്, വാലിഡ് ആയിട്ടുള്ളതാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നുമില്ല, പോയി, നൾ ആൻഡ് വോയിഡ്. ഇനി വോയിഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കോടതി പോയിട്ട് ചലഞ്ച് ചെയ്ത് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ്. മനസ്സിലായി? അപ്പൊ ആദ്യം ഇപ്പോ നമ്മള് വിവാഹം കഴിച്ചു, അപ്പൊ ആ സമയത്ത് നമുക്ക് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തു എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഈ പറയുന്ന വാലിഡ് കണ്ടീഷൻസ് പാലിക്കപ്പെട്ടില്ല എന്ന് തോന്നുമ്പോൾ ആർക്കാണോ അതിൽ പരാതി ഉള്ളത് ആ ആള് കോടതിയെ സമീപിച്ചു കഴിയുമ്പോൾ കോടതി അത് അസാധുവാക്കും. അപ്പൊ അതുവരെയും ഇനിഷ്യലി വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നീട് കോടതിയുടെ ഇടപെടൽ കൊണ്ട് അത് വോയിഡായിട്ട് പോകുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയാണ് വോയിഡബിൾ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ 3 കാറ്റഗറി. അപ്പൊ ഇതിൽ നമ്മൾ അതിലേക്കൊക്കെ എത്തും. നമ്മളിപ്പോ പറയുന്നത് ഇതാണ് നൾ ആൻഡ് വോയിഡ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി ജീവിച്ചിരിക്കുവാണ്, സ്പൗസ് ജീവിച്ചിരിക്കുവാണ് അറ്റ് ദ ടൈം ഓഫ് ദ മാരേജ് എങ്കിൽ ആ മാരേജ് എങ്ങനെയുള്ളതാണ്?
null and void. ഏതിലാ പറയുന്നേ? അണ്ടർ സെക്ഷൻ 11 ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് 1955. 1955 ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം. അതേപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 17 പ്രകാരം he is liable for bigamy. ബൈഗമിക്ക് ലയബിൾ ആണ്. അതേപോലെ തന്നെ IPC സെക്ഷൻ 494 or 495 ഇപ്പോഴത്തേത് അത് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 82 ക്ലോസ് 1 82 ക്ലോസ് 2 പ്രകാരം എന്താണ്? ശിക്ഷാർഹരുമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യാം. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇപ്പൊ A എന്ന് പറയുന്ന ഒരാള് B എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സമയത്ത് അയാൾക്ക് ഒരു സ്പൗസ് ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മനസ്സിലായി? അപ്പോൾ താഴെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നു ഓപ്ഷനിൽ ആ ആൾക്ക് ആ മാരേജ്, രണ്ടാമത് നടന്ന മാരേജ്, ബി ആയിട്ടുള്ള ആ മാരേജ് നൾ ആൻഡ് വോയിഡ് ആണ് അണ്ടർ സെക്ഷൻ 11 ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട് 1955. ഓപ്ഷൻ 1. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആ മാരേജിൽ ഉൾപ്പെട്ട ആള് ലയബിൾ ആണ്. എ ഈസ് ലയബിൾ ഫോർ ബൈഗമി അണ്ടർ സെക്ഷൻ 17 ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് 1955. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു ഈസ് ഓൾസോ ലയബിൾ അണ്ടർ സെക്ഷൻ 82 ക്ലോസ് 1 ആൻഡ് 82 ക്ലോസ് 2 ഓഫ് ദി BNSS. നാലാമത്തെ ഓപ്ഷൻ പറയുന്നു ഓൾ ആർ കറക്റ്റ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിച്ചാലേ ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാടി കയറിയിട്ട് ആദ്യത്തേത് സാറ് പഠിപ്പിച്ചിട്ടുണ്ട് നൾ ആൻഡ് വോയിഡ്, അത് മാർക്ക് ചെയ്താൽ നമ്മുടെ മാർക്ക് പോയി. എല്ലാം കറക്റ്റ് ആണ്, ഓൾ ആർ കറക്റ്റ്. ഇത് നൾ ആൻഡ് വോയിഡ് ആണ്. അത് എന്ത് പ്രകാരം? സെക്ഷൻ 11 പ്രകാരം നൾ ആൻഡ് വോയിഡ് ആണ്. അതേപോലെ സെക്ഷൻ 17 പ്രകാരം ബൈഗമിക്ക് ലയബിൾ ആണ് അദ്ദേഹം. അതേപോലെ തന്നെ ഇത് BNS സെക്ഷൻ പ്രകാരം അതും പണിഷ്മെന്റിന് അർഹതാണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യവും വ്യക്തമായിട്ട്. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. കണ്ടീഷനെ കുറിച്ച് വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നത് സെക്ഷൻ 5 അപ്പൊ സെക്ഷൻ 5 ഹിന്ദു മാരേജിന്റെ കണ്ടീഷൻ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷനെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, neither party has spouse living at the time of a marriage. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു 5 ക്ലോസ് 2. രണ്ടാമത്തെ കണ്ടീഷൻ 5 ക്ലോസ് 2. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നേ? രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു മെന്റൽ ഹെൽത്ത് ഓർ സാനിറ്റി. അതിനെ പറ്റിയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഓർ സാനിറ്റി, മാനസികമായിട്ടുള്ള ആരോഗ്യം, അതിനെ പറ്റിയാ പറയുന്നേ. Parties must be of sound mind and must not be suffering from any disability which prevents them from giving a valid consent. അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺസെന്റ് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി കൊണ്ട് സഫർ ചെയ്തിട്ടുള്ളവരാകരുത്. പാർട്ടീസ് മസ്റ്റ് ബി ഓഫ് സൗണ്ട് മൈൻഡ്, നല്ല സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ചിത്തഭ്രമം ബാധിച്ചവരൊന്നും ആയിരിക്കരുത്, മനോരോഗം ബാധിച്ചവരായിരിക്കരുത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസെന്റ് വിവാഹത്തിന് കൊടുക്കാൻ കഴിയത്തില്ല. ഈ നിൽക്കുന്ന ആളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൊടുക്കാനായിട്ട്, കൺസെന്റ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചാൽ അതിന് കൺസെന്റ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചിത്തഭ്രമം ബാധിച്ചവരായിരിക്കരുത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ബാധിച്ചവരായിരിക്കരുത്. ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നു എന്താണ്? അവർക്ക് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകരുത്. രണ്ടാമത് പറയുന്നു അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. അറ്റ് ദ ടൈം ഓഫ് ദ മാരേജ് നെയ്തർ പാർട്ടി ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഗിവിംഗ് വാലിഡ് കൺസെന്റ് ടു ഇൻ കോൺസിക്വൻസ് ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അതായത് ഈ പറയുന്ന പാർട്ടീസിന് എന്തുണ്ടാകരുത്? വാലിഡ് കൺസെന്റ് കൊടുക്കാൻ. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, അതായത് ചിത്തഭ്രമം അങ്ങനെയുള്ള സംഭവങ്ങൾ ബാധിച്ചുകൊണ്ട് അവർ ഇൻകേപ്പബിൾ ആണ്. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കൺസെന്റ് കൊടുക്കാൻ, സമ്മതം കൊടുക്കാൻ അവർ ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആള് ആയിരിക്കരുത്. ആൻഡ് though capable of giving valid consent has been suffering from mental disorder of such kind
or such an extent to be unfit for marriage and the procreation of a child. ഇനി അവര് കേപ്പബിൾ ഓഫ് ഗിവിംഗ് വാലിഡ് കൺസെന്റ്, വാലിഡ് ആയിട്ടുള്ള ഒരു കൺസെന്റ് കൊടുക്കാൻ അവർ കേപ്പബിൾ ആണെന്ന് വെച്ചോ, പക്ഷേ ഹാസ് ബീൻ സഫറിങ് ഫ്രം മെന്റൽ ഡിസോർഡർ ഓഫ് സച്ച് കൈൻഡ്, പക്ഷെ അവർക്ക് മാനസികമായ രോഗം അവരെ ബാധിച്ചിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ അൺഫിറ്റ് ഫോർ മാരേജ്, മാരേജിന് അൺഫിറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ആൻഡ് പ്രൊക്രിയേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികള് പ്രൊക്രിയേഷനിൽ അവർക്ക് പറ്റാത്ത ആളുകളാണ്. അങ്ങനെയുള്ളവര് ആയിരിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ രണ്ട് ഹിന്ദുസ് തമ്മിലുള്ള മാരേജ് വാലിഡ് മാരേജ് ആകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അവർക്ക് ജീവിച്ചിരിക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകരുത്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു അവർക്ക് വാലിഡ് കൺസെന്റ് കൊടുക്കാനായിട്ട് അവർ കേപ്പബിൾ ആയിരിക്കണം. വാലിഡ് കൺസെന്റ് കൊടുക്കാൻ അവർ കേപ്പബിൾ ആയിരിക്കണം. അതായത് അൺസൗണ്ട് മൈൻഡ് പാടില്ല. അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, ചിത്തഭ്രമം ബാധിച്ചവരൊന്നും ആയിരിക്കരുത്. ഇനി ഒരു പക്ഷേ അവർ കേപ്പബിൾ ആണ്, വാലിഡ് കൺസെന്റ് കൊടുക്കാൻ കേപ്പബിൾ ആണെങ്കിലും അവർ ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഡിസോർഡറിന് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ അൺഫിറ്റ് ഫോർ മാരേജ്, മാരേജിന് ഫിറ്റ് അല്ലാത്ത ആളുകളാണ്. അൺഫിറ്റ് ഫോർ മാരേജ്, അതല്ലെങ്കിൽ അവരെ പ്രൊക്രിയേഷൻ ഓഫ് ചിൽഡ്രൻ പ്രൊക്രിയേഷന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ആയിരിക്കരുത്. നെയ്തർ പാർട്ടി അവര് ആരും അങ്ങനെയുള്ളവരായിരിക്കരുത്. അങ്ങനെയുള്ളവർ തമ്മിലുള്ള വിവാഹം എന്താണ്, വാലിഡ് മാരേജിന്റെ ഗണത്തിൽ വരത്തില്ല. അപ്പൊ വാലിഡ് മാരേജ് ആകണമെങ്കിൽ ഇതല്ലാത്ത നല്ല ഫ്രീ കൺസെന്റ് കൊടുക്കാനായിട്ട് ഉള്ള ആളുകളായിരിക്കണം. ഇനി മൂന്നാമത്തെ കാറ്റഗറി പറയുന്നു ഹാസ് ബീൻ സബ്ജക്ട് ടു ദ റിക്കറന്റ് അറ്റാക്സ് ഓഫ് ഇൻസാനിറ്റി, അതായത് ഇടക്കിടക്ക് അപസ്മാരം പോലുള്ള ഇൻസാനിറ്റി, അതേപോലെ മനോരോഗങ്ങള്, ചിത്തഭ്രമങ്ങള് ഇടക്കിടക്ക് വന്നു പോകുന്ന റിക്കറന്റ് അറ്റാക്സ് ഓഫ് ഇൻസാനിറ്റി സബ്ജക്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കരുത്. അപ്പൊ ഇൻസെയിൻ ആയിരിക്കരുത്, അൺസൗണ്ട് മൈൻഡ്, ഇൻസെയിൻ ആയിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ വാലിഡ് മെന്റൽ ഡിസോർഡർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെ ആയിരിക്കരുത്. അങ്ങനെയുള്ളവർ തമ്മിൽ നടത്തിയ വിവാഹം എങ്ങനെയായിരിക്കും, അത് വാലിഡ് മാരേജിന്റെ ഗണത്തില് വരത്തില്ല എന്ന് പറയുന്നു. ഇനി അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇപ്പോ ഇങ്ങനെ ഒരു വിവാഹം നടന്നു, കാരണം ഈ പറയുന്ന രീതിയിൽ ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു പ്രശ്നമുള്ള ഒരു ആളെയാണ് വിവാഹം കഴിച്ചത് എങ്കിൽ അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? മാരേജ് ഈസ് വോയിഡബിൾ. അവിടെയാണ് വോയിഡബിൾ വരുന്നത്. എന്താണ് വോയിഡബിൾ എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു, പിന്നീട് വന്നപ്പോഴല്ലേ മനസ്സിലാകുന്നേ. ദേ കിടക്കും ദിംധരികിടതവും, ദേ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളാണ്. അല്ലെങ്കിൽ അപ്പൊ ആ സമയത്ത് അവരെന്ത് ചെയ്യും? കോടതിയെ സമീപിക്കും. മറ്റേ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ്. അപ്പൊ ആരാണത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവര് കോടതിയെ സമീപിച്ചിട്ട് പറയും ഇങ്ങനെയാണ്, ചിത്തഭ്രമം ബാധിച്ച ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാരേജ് എന്ത് ചെയ്യും? മാരേജ് വോയിഡബിൾ ആയിട്ട് കോടതി പ്രഖ്യാപിക്കും. അപ്പൊ അതുവരെയും കഴിയുന്ന സമയത്ത് വാലിഡ് ആണ്. പിന്നെ കോടതി ഇടപെട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് കോടതി ഇടപെട്ട് എന്ത് ചെയ്യുവാണ്? ആ മാരേജ് ക്യാൻസൽ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെയുള്ള മാരേജ് ആണ് വോയിഡബിൾ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 5(2) പ്രകാരം ഒരു മാരേജ്, രണ്ട് ഹിന്ദുസ് തമ്മിലുള്ള ഒരു മാരേജ് നടത്തി കഴിഞ്ഞാൽ ആ മാരേജിന് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അതിലെ കണ്ടീഷൻസിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള മാരേജ് ഏത് ടൈപ്പിലുള്ളതായിരിക്കും? വാലിഡ് ആയിരിക്കുമോ, വോയിഡ് ആയിരിക്കുമോ, വോയിഡബിൾ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. എന്താണ് അതിന് മറുപടി? വാലിഡ് ആണോ, വോയിഡ് ആണോ, വോയിഡബിൾ ആണോ? എന്താ ആൻസർ എന്ന് പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ആൻസർ? വോയിഡബിൾ ആണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം എന്തുകൊണ്ടാ വോയിഡബിൾ എന്ന് പറഞ്ഞേ? അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ വോയിഡബിൾ ആണെന്ന് പറഞ്ഞത്? പറഞ്ഞോ, എന്തുകൊണ്ടാ വോയിഡബിൾ ആണെന്ന് പറഞ്ഞേ? ഈ സെക്ഷൻ 5(2)
അല്ല, അത് ഞാൻ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് അതാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുവരെയും 5+2 പറയുന്നുണ്ട്, ഓക്കെ. പക്ഷെ ആ 5+2 പ്രകാരമുള്ള വാലിഡ് കൺസെന്റ് അവർക്ക് കൊടുക്കാൻ ആ സമയത്ത് ആ ആൾക്ക് അറിയില്ലായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഒരു ചിത്തഭ്രമമുള്ള ഒരു കുട്ടിയാണ് എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നേ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ചിത്തഭ്രമം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നേ. അപ്പോ ആ ആള് എന്ത് ചെയ്യുവാണ്? അപ്പൊ അതുവരെയും ആ മാരേജ് എങ്ങനെയാണ് അറിയില്ലല്ലോ, അപ്പൊ അതുവരെയും വാലിഡ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടീസ് അപ്രോച്ച് ദ പ്രോപ്പർ കോർട്ട്. അപ്പൊ അവിടെ എന്താണ്, ആ മാരേജ് കോടതി ഇടപെട്ടിട്ട് ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വോയിഡബിൾ ആകുവാണ്. മനസ്സിലായി? അപ്പൊ അത്രയും വരെ വാലിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് വോയിഡബിൾ ആകുന്നു. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെക്ഷൻ 5(2) പ്രകാരം ഇൻ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 5(2) ആണെങ്കിൽ മാരേജ് വിൽ ബി വോയിഡബിൾ അണ്ടർ സെക്ഷൻ 12(1)(b). എന്താണ് അണ്ടർ സെക്ഷൻ 12(1)(b). 12(1)(b)യിലാണ് അത്തരത്തിലുള്ള മാരേജിനെ പറ്റി പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ മാരേജ് ആരെങ്കിലും പങ്കാളി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണോ ഒന്നാമത് പറയുന്നത് സെക്ഷൻ 11 ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നൾ ആൻഡ് വോയിഡ് ആണ്. സെക്ഷൻ 17 ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ബൈഗമിക്ക് ലയബിൾ ആണ്. പിന്നെ പറഞ്ഞത് നമ്മുടെ 82(1), 82(2) BNS പ്രകാരം അല്ലെങ്കിൽ IPC 494-95 പ്രകാരം എന്താണ്, ശിക്ഷാർഹമാണ്. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി 5(2) പ്രകാരം ഒരു മെന്റൽ ഹെൽത്ത് സാനിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. വാലിഡ് കൺസെന്റ് കൊടുക്കാനായിട്ട് കേപ്പബിൾ അല്ല ആ പങ്കാളി എങ്കിൽ അത് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് കൊണ്ട് അങ്ങനെയുള്ളവര് വാലിഡ് മാരേജിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ഇനി അവർ കേപ്പബിൾ ആണ്, പക്ഷെ അവര് മെന്റൽ ഡിസോർഡർ കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുവാണ്, അതുപോലെ അൺഫിറ്റ് ആണ് മാരേജിന്, അവർക്ക് പ്രൊക്രിയേഷൻ ഓഫ് ചൈൽഡ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, അതുപോലുള്ള ആളുകളാണ്, അതല്ലെങ്കിൽ ഇൻസൈൻ ആയിട്ടുള്ള വ്യക്തികളാണ്, റിക്കറന്റ് അറ്റാക്സ് ഓഫ് ഇൻസാനിറ്റി ഉള്ളവരാണ്. അങ്ങനെയുള്ളവർ തമ്മിലുള്ള ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ദാറ്റ് മാരേജ് ഈസ് voidable under section 12(1)(b) എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ഒരു ആളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആൾക്ക് അറിയില്ലായിരുന്നു അവർക്ക് ചിത്തഭ്രമം ഉണ്ടെന്ന്. പക്ഷെ ചിത്തഭ്രമം ബാധിച്ചവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്കുള്ള റെമഡി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹി or she can approach the proper court under section 12(1)(b). Then എന്താണ്, ആ മാരേജ് is voidable under section 12(1)(b). ആ 12(1)(b) പ്രകാരം അത്തരത്തിലുള്ള മാരേജ് എന്താണ്, വോയിഡബിൾ മാരേജ് ആണ് എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നള്ളിറ്റി ഓഫ് മാരേജ് ആൻഡ് ഡിവോഴ്സ് അതില് സെക്ഷൻ 11 പറയുന്നത് എന്താ? സെക്ഷൻ 11 പറയുന്നത് എനി മാരേജ് ഈസ് solemnized after the commencement of this act shall be null and void and may on the petition present by either party thereto be so declared by a decree of nullity if it contravenes any one of the conditions specified in the clause 1. ക്ലോസ് 1 പ്രകാരമുള്ള ഏതെങ്കിലും പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 11 ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ആ മാരേജ് വോയിഡ് മാരേജ് ആണ് എന്ന് പറയുന്നു സെക്ഷൻ 11. അപ്പൊ അതൊക്കെ ഈ ഹിന്ദു മാരേജ് ആക്ടിലെ ഓരോ സെക്ഷനുകളും ഈ പറയുന്ന പോയിന്റുകളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ സെക്ഷനുകളും വിട്ടു പോകരുത്. ഇതേപോലുള്ള എക്സാമ്പിൾ സഹിതം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതേപോലെ 12 പറയുന്നത് എന്താണ്, വോയിഡബിൾ മാരേജിനെ കുറിച്ചിട്ടാണ് 12(1)(b) എന്ന് പറയുന്ന ആ സെക്ഷനിൽ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ അവിടെ നിൽക്കട്ടെ. കാരണം എന്താ വെച്ചാൽ മാരേജിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് എടുത്തത്. നാളെയും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗം ആയിരിക്കും എടുക്കുക. എന്തായാലും വേറെ ഒരു ക്ലാസ് ഉണ്ട്, കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല.
അവർക്കും ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ നിർത്തുവാണ്. അടുത്ത ദിവസം ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ക്ലാസ് നമുക്ക് എടുക്കാം. എന്തായാലും കൃത്യമായിട്ട്, കാരണം പുതിയ ഒരു പോർഷനിലേക്ക് കടക്കുവാണ്, അപ്പോൾ ഫാമിലി കോർട്ട് കൃത്യമായിട്ട് പഠിച്ചത് വെക്കുക. അടുത്തൊരു ആക്ട് വരുമ്പോൾ ഇത് മറന്നു പോകുന്നൊരു കണ്ടീഷനിലേക്ക് തീർച്ചയായിട്ടും വരരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ഒക്കെ, രോഗങ്ങൾ കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും സർവശക്തനായ നാഥൻ എല്ലാവിധ ശമനങ്ങളും നൽകി എല്ലാവരെയും രോഗാവസ്ഥകളെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു.